പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. 12ാം ക്ലാസ് കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രിയിലെ ഫോക്കസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി കെം ടോക്കിലേക്ക് സ്വാഗതം. സർഫസ് കെമിസ്ട്രിയിൽ 4 പോയിൻറ്റുകളാണ് ഫോക്കസ് പോയിൻ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 അഡ്സോർപ്ഷനാണ്, നമ്പർ 2 കാറ്റാലിസിസ്, നമ്പർ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, നമ്പർ 4 എമൾഷൻ. ഈ 4 പോയിൻറ്റുകളും കൃത്യമായി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ പരീക്ഷയെ വളരെയധികം സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ പറ്റുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലേ? ഫസ്റ്റ് നമുക്ക് വരാം, അഡ്സോർപ്ഷൻ. സ്ക്രീനിലേക്ക് നോക്കുക. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൽ മറ്റൊരു വസ്തു പറ്റിപ്പിടിക്കുന്നതിനെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നു. മലയാളത്തിലായില്ലേ? ഇംഗ്ലീഷിലെപ്പോൾ എങ്ങനെ പറയാം? പ്രസൻസ് ഓഫ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എനി പർട്ടിക്കുലർ സ്പീഷീസ് ഓൺ ദ സർഫസ് ഓഫ് സോളിഡ് ഓർ ലിക്വിഡ് ഈസ് കാൾഡ് അഡ്സോർപ്ഷൻ. ചിത്രം നോക്കൂ. ബ്ലാക്ക് കളറുള്ള ഒരു വസ്തുവിൻ്റെ പുറത്ത് ഗ്രീൻ കളറുള്ള ഒരു പ്രത്യേകമായ വസ്തു കൂടുതൽ അളവിലിങ്ങനെ ആ സർഫസിൽ വന്നിരിക്കുകയാണ്, അല്ലേ? ആ സർഫസിൽ വന്നിരിക്കുന്ന എക്സസ് കോൺസെൻട്രേഷനുള്ള ആ പദാർത്ഥത്തിനെ നമ്മൾ പറയും അഡ്സോർബേറ്റ്. എന്നാൽ ബ്ലാക്ക് കളറിൻ്റെ സർഫസിലാണ് വന്നിരിക്കുന്നത്. ആ ബ്ലാക്ക് കളറുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ അഡ്സോർബൻ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും മനസ്സിലായല്ലോ. ഏതിനു മുകളിലാണോ സബ്സ്റ്റൻസ് വരുന്നത് അതിനെ അഡ്സോർബൻ്റ് എന്നും, ഏത് വസ്തുവാണോ സർഫസിൽ എക്സസ് കോൺസെൻട്രേഷൻ വരുന്നത് അയാൾ അഡ്സോർബേറ്റ് എന്നും പറയും. ആ ചിത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്വാഭാവികമായി ഇവിടെ ഒരു സംശയമുണ്ട്. അഡ്സോർബേറ്റ് അഡ്സോർബൻറ്റിൻ്റെ സർഫസിലേക്ക് വരുന്നതിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുക. ഓക്കെ, എന്നാൽ ആ അഡ്സോർബേറ്റ് അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ നിന്ന് പോവുകയാണെങ്കിലോ അതിനൊരു പേരുണ്ട്, ഡിസോർപ്ഷൻ. അഡ്സോർപ്ഷൻ നടന്ന പദാർത്ഥം പ്രതലത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഡിസോർപ്ഷൻ എന്ന് പറയുന്നു. റിമൂവൽ ഓഫ് അഡ്സോർബേറ്റ് ഫ്രം അഡ്സോർബൻറ്റ്. ക്ലിയർ? അപ്പോൾ അതും പഠിച്ചു. സ്വാഭാവികമായി ഇവിടെ ഒരു സംശയമുണ്ട്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണോ? AB അബ്സോർപ്ഷൻ, ആഗിരണം ചെയ്യുക എന്നർത്ഥമുള്ള അബ്സോർപ്ഷനും അതിശോഷണം എന്നറിയപ്പെടുന്ന അഡ്സോർപ്ഷനും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം, അല്ലേ? ഇതാ ഒരു ടേബിൾ അതാ നിങ്ങളുടെ മുന്നിൽ. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഒരു വസ്തുവിൻ്റെ ഘടക പദാർത്ഥങ്ങളുടെ ഗാഢത ഉപരിതലത്തിൽ കൂടുതലാണെങ്കിൽ ആ പ്രതിഭാസമാണ് അഡ്സോർപ്ഷൻ, അല്ലേ? പ്രസൻസ് ഓഫ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എനി പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ് ഓർ സോളിഡ്. എന്നാൽ ഒരു വസ്തുവിൻ്റെ ഘടക പദാർത്ഥങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ അതിനെ അബ്സോർപ്ഷൻ എന്ന് പറയും. യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട് ദി സബ്സ്റ്റൻസ്. റെഡി? അഡ്സോർപ്ഷൻ്റെ വേഗത തുടക്കത്തിൽ കൂടുതലായിരിക്കും, പിന്നെ കുറഞ്ഞു വരും. എന്നാൽ അബ്സോർപ്ഷന് യൂണിഫോം റേറ്റ് ആയിരിക്കും. ആഗിരണം ചെയ്യുന്ന പ്രോസസ്സ് ഒരു യൂണിഫോം ആയിരിക്കും, ഒരേ റേറ്റിലായിരിക്കും. അബ്സോർപ്ഷൻ നടക്കുന്നത് സമാന വേഗതയിലാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ്, ഇത് ഉപരിതലത്തിൽ മാത്രമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ. ബട്ട് അബ്സോർപ്ഷനോ, ഇത് പദാർത്ഥത്തിലുടനീളം നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ദെർഫോർ ഇറ്റ് ഈസ് എ ബൾക്ക് ഫിനോമിന. അപ്പോൾ ഇംഗ്ലീഷുമായി മലയാളമായി നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും രണ്ടും കൂടെ നടക്കുകയാണെങ്കിൽ അതിനെന്താ പേര്? അതിന് പറയുന്ന പേരാണ് സോപ്ഷൻ. സോപ്ഷൻ, ADയും ഇല്ല ABയും ഇല്ല, സോപ്ഷൻ. വാട്ട് ഈസ് ഓപ്ഷൻ? അഡ്സോർപ്ഷനും നടക്കും, അബ്സോർപ്ഷനും നടക്കും. അതിനാണ് എന്ത് പറയുക? സോപ്ഷൻ എന്ന് പറയുക. എക്സാമ്പിളാണ്, ചോക്ക് ഇങ്കിലിട്ടാൽ ഇങ്കിൻ്റെ പാർട്ടിക്കിളിനെ അഡ്സോർബ് ചെയ്യും, വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതും പഠിച്ചല്ലോ. നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് വരാം. അഡ്സോർപ്ഷനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം.
എന്തിനടിസ്ഥാനമാക്കി? അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ആകർഷണ ബലത്തെ, ഇൻ്ററാക്ഷനെ അടിസ്ഥാനമാക്കി അഡ്സോർപ്ഷനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ഫിസിസോപ്ഷൻ, മറ്റൊന്ന് കെമിസോപ്ഷൻ. റെഡി? സ്ക്രീനിലേക്ക് നോക്കുക. എന്താണ് വ്യത്യാസം? പേരിൽ തന്നെയുണ്ട്. ഫിസിസോപ്ഷൻ എന്ന് പറയുമ്പോൾ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ഫിസിക്കൽ ബോണ്ടാണുള്ളത്. എന്നാൽ കെമിസോപ്ഷനിൽ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും വളരെ ശക്തി കൂടിയ കെമിക്കൽ ബോണ്ടാണുള്ളത്, അതായത് രാസബന്ധനമാണ്. റെഡി? ഫിസിസോപ്ഷനിൽ ഫിസിക്കൽ ബോണ്ടാണ്. അതിന് എക്സാമ്പിളാണ് വാണ്ടർവാൾസ് ഫോഴ്സ്. റെഡി? രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഫിസിസോപ്ഷനിൽ ഒന്നിലധികം പാളികൾ ഉണ്ടാകും. പദാർത്ഥത്തിൻ്റെ സർഫസിൽ ഒന്നിലധികം പാളികളുണ്ടാവും. ഉള്ളിയുടെ തൊലി പോലെ കുറേ ലെയറുകളുണ്ടാവും. ആർക്ക്? ഫിസിസോപ്ഷന് ഒരുപാട് പാളികളുണ്ടാവും, മൾട്ടി ലെയർ. എന്നാൽ കെമിസോപ്ഷന് ഒറ്റ പാളി ഉണ്ടാവുള്ളൂ അതിൻ്റെ സർഫസിൽ. കെമിസോപ്ഷൻ രാസബന്ധനമൊക്കെ നടത്തുമ്പോൾ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട അഡ്സോർബേറ്റിനെ മാത്രമേ സർഫസ് നിർത്തുള്ളൂ. കല്യാണമൊക്കെ കഴിക്കുന്നത് പോലെ കണ്ട് പറ്റിയൊക്കെ റെഡിയാണെങ്കിൽ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ പോലെ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ കണ്ട് പറ്റണം. അങ്ങനെ പറ്റിയാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഒറ്റ പാളി ഉണ്ടാവുള്ളൂ. അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ഒരു പാളി, ഒരൊറ്റ ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരുടെ? അഡ്സോർബേറ്റിൻ്റെ. റെഡി? അപ്പോൾ കണ്ട് പറ്റിയാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഹൈലി സ്പെസിഫിക് ആണ് കെമിസോപ്ഷൻ. ഒരു പ്രത്യേക ആളെ മാത്രമേ ആ സർഫസിൽ നിർത്തുള്ളൂ. അതുകൊണ്ട് ഹൈലി സ്പെസിഫിക് ആണ് കെമിസോപ്ഷൻ. എന്നാൽ ഫിസിസോപ്ഷൻ നോട്ട് സ്പെസിഫിക്. അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ഏത് അഡ്സോർബേറ്റിനും വന്ന് നിൽക്കാം. അതാണ് നോട്ട് സ്പെസിഫിക് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ്, ഫിസിസോപ്ഷൻ നടക്കാൻ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് ആക്ടിവേഷൻ എനർജി. എന്നാൽ കെമിസോപ്ഷൻ നടക്കണമെങ്കിൽ ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്. റിക്വയർ ആക്ടിവേഷൻ എനർജി. ഓക്കെ, കുറച്ചുകൂടെ അധിക പോയിൻ്റുകൾ ഉൾപ്പെടുത്തിയ മലയാളം നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്നു. ഒരു പ്രത്യേക പോയിൻറ്റും കൂടെ ഉണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ ഇരുദിശയിലേക്കും നടക്കും, റിവേഴ്സിബിളാണ്. എന്നാൽ കെമിക്കൽ അഡ്സോർപ്ഷൻ ഇറിവേഴ്സിബിളാണ്. ഇരുദിശയിലേക്കും എന്ത് ചെയ്യില്ല? നടക്കില്ല. ഒരൊറ്റ ദിശയിൽ മാത്രമേ നടക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോയാലോ. അടുത്തതാണ് അഡ്സോർപ്ഷൻ ഐസോത്തോം. സ്ഥിര ഊഷ്മാവിൽ മർദ്ദത്തിനനുസരിച്ച് അഡ്സോർപ്ഷൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫിനെയാണ് അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയാം. റെഡി? റിലേഷൻ ബിറ്റ്വീൻ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇംഗ്ലീഷുമായി മലയാളമായി ഓക്കെ അല്ലേ? അതിൻ്റെ ഗ്രാഫ് കണ്ടോ അവിടെ? x/m y ആക്സിസിൽ കൊടുത്തിരിക്കുന്നു. x/m എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ അളവ്. p x ആക്സിസിൽ കൊടുത്തിരിക്കുന്നു, ദാറ്റ് ഈസ് പ്രഷർ. അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് x/m എന്ന് പറയുന്ന അഡ്സോർപ്ഷൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നുണ്ടോ? കൂടി വന്ന് ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ പിന്നെ മാറ്റമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആ പോയിന്റിനെ നമ്മൾ പറയും സാച്ചുറേഷൻ പ്രഷർ, PS. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ അഡ്സോർപ്ഷൻ്റെ അളവ് കൂടുന്നില്ല. അതുകൊണ്ട് അതിനെ സാച്ചുറേഷൻ പ്രഷർ അല്ലേ, പൂരിത മർദ്ദം എന്ന് പറയും. ഓക്കെ, ഈ റിലേഷനെ, അതായത് അഡ്സോർപ്ഷനും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായി പഠിച്ച ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഫ്രോൺലിഷ്. അദ്ദേഹം ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ ആ ഇക്വേഷനെ നമ്മളിങ്ങനെ പറയും, ഫ്രോൺലിഷ് അഡ്സോർപ്ഷൻ ഐസോത്തോം. ക്ലിയർ? വാട്ട് ഈസ് ഫ്രോൺലിഷ് അഡ്സോർപ്ഷൻ ഐസോത്തോം? x/m = k × p⁻⁴ എഴുതി പഠിക്കുക.
ഒരു 2-3-4 പ്രാവശ്യം എഴുതിക്കോളൂ പേപ്പറിൽ. x/m ഈക്വൽ ടു k ഇൻറ്റു p⁻1/n. വാട്ട് ഈസ് x/m? x/m ദാറ്റ് ഇസ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ്റെ അളവാണ്. p പ്രഷറാണ്. കെയും എന്നും കോൺസ്റ്റൻ്റ് ആണ്. റെഡി? ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രാഫ് അവിടെ ഉണ്ട്, സ്ക്രീനിലേക്ക് തന്നെ നോക്കുക. അടുത്ത ഗ്രാഫ് അവിടെ ഉണ്ട്. ആ ഇക്വേഷനെ ഫ്രോൺലിഷ് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഉണ്ടല്ലോ, x/m ഈക്വൽ ടു k ഇൻറ്റു p⁻1/n, അതിൻ്റെ ലോഗരിതം എടുത്താൽ കിട്ടുന്ന ഇക്വേഷൻ അവിടെ താഴത്ത് കൊടുത്തിരിക്കുന്നു. log x/m ഈക്വൽ ടു log k പ്ലസ് 1/n log p. അത് വെച്ചുകൊണ്ട് ഗ്രാഫ് വരച്ചാൽ നോക്കൂ, log x/m y ആക്സിസിലും log p എക്സ് ആക്സിസിലും കൊടുത്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരക്കുമ്പോൾ വി ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ. കണ്ടോ? സ്ട്രൈറ്റ് ലൈൻ മുകളിലോട്ട് കയറിപ്പോവുക, കുത്തനെ മുകളിലോട്ടാണ് കയറുന്നത്. അങ്ങനെ കയറിപ്പോകുന്നതുകൊണ്ട് അതൊരു പോസിറ്റീവ് സ്ലോപ്പാണ്. എത്രയാണ് അതിൻ്റെ സ്ലോപ്പ്? സ്ലോപ്പ് ഈക്വൽ ടു 1/n. റെഡി? ആ കൂട്ടിമുട്ടിയ പോയിൻ്റ് log k ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കോൺസ്റ്റൻ്റ് എന്നറിയപ്പെട്ട കെയും എന്നും ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഹൗ ക്യാൻ യു ഇവാലുവേറ്റ് കെ ആൻഡ് എൻ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടി. എന്താ ഉത്തരം? log x/m y ആക്സിസിലും log p എക്സ് ആക്സിസിലും കൊടുത്തുകൊണ്ട് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് കെയുടെ വാല്യൂവും എന്നിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം log k എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റാണ്, വൈ ആക്സിസിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ്. എൻ എന്ന് പറയുന്നത് സ്ലോപ്പിൽ നിന്ന് ലഭിക്കും. വട്ട് ഈസ് സ്ലോപ്പ്? സ്ലോപ്പ് ഈക്വൽ ടു 1/n. റെഡി? അപ്പോൾ അതും പഠിച്ചു. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വാട്ട് ഈസ് അഡ്സോർപ്ഷൻ ഐസോതേം? റിലേഷൻ ബിറ്റ്വീൻ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ഫ്രോൺലിഷ് അഡ്സോർപ്ഷൻ ഐസോതേം? ദാറ്റ് ഈസ് x/m ഈക്വൽ ടു k ഇൻറ്റു p⁻1/n. ഹൗ ക്യാൻ യു ഇവാലുവേറ്റ് k ആൻഡ് n? കെയും എന്നും എങ്ങനെയാണ് കാണുക? അതിന് ചെയ്യേണ്ടത്, പ്ലോട്ട് log x/m ഓൺ y ആക്സിസ് ആൻഡ് log p ഓൺ x ആക്സിസ്. വി ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ഹാവിംഗ് സ്ലോപ്പ് 1/n ആൻഡ് ഇൻ്റർസെപ്റ്റ് log k. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് k ആൻഡ് n. റെഡി? മലയാളത്തിൽ പറയണോ ഇനി? എന്ത് ചെയ്യുക? log x/m y ആക്സിസിലും log p എക്സ് ആക്സിസിലും എടുത്തുകൊണ്ടൊരു ഗ്രാഫ് വരക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയും ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് 1/n ഇൻ്റർസെപ്റ്റ്, അതായത് വൈ ആക്സിസിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് log kയുമായിരിക്കും. ഇതിൽ നിന്ന് കെയും എന്നും നമുക്ക് കണ്ടുപിടിക്കാം. റെഡി? അടുത്ത പോയിന്റിലേക്ക് വരാം. അഡ്സോർപ്ഷൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അപ്ലിക്കേഷൻ, നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, റൂമിനകത്ത് എയർ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? റൂമിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇട്ടാൽ മതി. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇട്ട് കഴിഞ്ഞാൽ റൂമിനകത്ത് അല്പം എയർ ഉണ്ടെങ്കിൽ, നമ്മൾ വായുവിനെ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും അതിൻ്റെ അകത്ത് എയർ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ ഒരു പാക്കറ്റ് അങ്ങോട്ട് ഇട്ടാൽ അതിൻ്റെ അകത്തുള്ള ഇനി ബാക്കിയുള്ള എയറിനെ ചാർക്കോൾ അഡ്സോർബ് ചെയ്തോളും. അതുകൊണ്ട് ഒരു റൂം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ, അതിൻ്റെ അകത്ത് എയർ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്കെന്ത് ചെയ്യാം? അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഉപയോഗിക്കാം. യൂസിങ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ പേടിക്കാനില്ല, കരി പൊടിച്ച് ചൂടാക്കിയതാണ് വാട്ട്? ആക്ടിവേറ്റഡ് ചാർക്കോൾ. റെഡി? നമ്പർ 2, ഗ്യാസ് മാസ്കിൽ അഡ്സോർപ്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഗ്യാസ് മാസ്ക്, കോൾ മൈൻസിലൊക്കെ നമുക്ക് പോയ്സണസ് ഗ്യാസ് ഉണ്ടാവും. നല്ല ഖനികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അഗാധ ഗർത്തങ്ങളിലുള്ള ഖനികൾ, ആ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ പോയ്സണായ വാതകങ്ങളുണ്ടാവും. ആ പോയ്സണായ വാതകങ്ങൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ മാസ്കുകളിടും. കൊറോണ വൈറസ് വരാതിരിക്കാൻ, അകത്തേക്ക് കയറാതിരിക്കാൻ നമ്മൾ മുഖത്ത് മാസ്ക് ധരിക്കുന്നത് പോലെ
പോയിസണസ് ഗ്യാസ് അകത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ മാസ്ക് ധരിക്കും. ആ മാസ്കിൽ ചാർക്കോളുണ്ട്. ചാർക്കോളിനൊരു പ്രത്യേകതയുണ്ട്, പോയിസണസ് ഗ്യാസിനെ അയാൾ കടത്തിവിടില്ല. അപ്പോൾ ഗ്യാസ് മാസ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ചുകൊണ്ട് പോയിസണസ് ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. നമ്പർ 3, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഊട്ടിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സീസണിൽ പ്രത്യേകിച്ച് മഞ്ഞ് പെയ്യുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ ഈർപ്പം കൂടിയ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ റൂമെടുത്ത് കൂടിയാൽ ആസ്മ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ആ റൂമിനകത്ത്, അവർ താമസിക്കുന്ന റൂമിനകത്ത് ഹ്യൂമിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ജെല്ല് അല്ലെങ്കിൽ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ആ റൂമിനകത്തിടും. അങ്ങനെ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാം. ഇനി വേറെ സംഭവം പറയാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും സിലിക്ക ജെല്ലിൻ്റെ ചെറിയ പാക്കറ്റ് ഇട്ടിട്ടുണ്ടാവും. എന്തിനാണ് ആ പാക്കറ്റ്? ആ ഇലക്ട്രോണിക് ഉപകരണം വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഹ്യൂമിഡിറ്റി വന്നാൽ ചിലപ്പോൾ എന്തു സംഭവിക്കും? തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പാക്കറ്റിനകത്തേക്ക് എങ്ങനെയെങ്കിലും മോയ്സ്ചർ വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ അതിൽ സിലിക്ക ജെല്ലിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റുകൾ അതിലിട്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ടിട്ടുണ്ടാവും. സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ അഡ്സോർപ്ഷന് ആപ്ലിക്കേഷനുണ്ട്. 4-മത്തത്, അനിമൽ ചാർക്കോൾ ഉപയോഗിച്ചുകൊണ്ട് കെയിൻ ഷുഗറിലെ കളറിനെ നമുക്ക് എന്ത് ചെയ്യാം? കളയാൻ പറ്റും. നമുക്കറിയാം, പഞ്ചസാര ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ്. കരിമ്പ് ജ്യൂസിൻ്റെ കളറ് ഗ്രീനിഷ് യെല്ലോ ആണ്. ആ ഗ്രീനിഷ് യെല്ലോ ഉള്ള ആ കളറിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ അനിമൽ ചാർക്കോൾ ഉപയോഗിക്കും. അവിടെയുള്ള ആപ്ലിക്കേഷൻ അഡ്സോർപ്ഷനാണ്. 5-മത്തതാണ്, ഹെട്രോജീനിയസ് കാറ്റാലിസിസിൽ അഡ്സോർപ്ഷൻ ആപ്ലിക്കേഷനുണ്ട്. നോബിൾ ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ അഡ്സോർപ്ഷൻ ആപ്ലിക്കേഷനുണ്ട്. അസുഖം ചികിത്സിക്കുന്നതിൽ ആർക്ക് ആപ്ലിക്കേഷനുണ്ട്? അഡ്സോർപ്ഷൻ ആപ്ലിക്കേഷനുണ്ട്. കുറേ എക്സാമ്പിളുണ്ട്. ചില ജേംസിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അഡ്സോർപ്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് മരുന്ന് കൊടുക്കാറ്. ശരീരത്തിലൊക്കെ നമുക്ക് കണ്ടില്ലേ, ഓയിൻമെൻറ്റൊക്കെ തേക്കുമ്പോൾ തൊലിപ്പുറത്ത് ഓയിൻമെൻറ്റ് തേക്കുന്ന സമയത്ത് അവിടെ ഒരു അഡ്സോർപ്ഷൻ പ്രോസസ്സാണ്. അങ്ങനെ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ജേംസിനെയൊക്കെ കൊല്ലാൻ അഡ്സോർപ്ഷൻ സഹായിക്കുന്നുണ്ട്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ നമ്മൾ മെറ്റലർജി പഠിക്കുമ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പഠിക്കും. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ എന്തിന് ബന്ധമുണ്ട്? അഡ്സോർപ്ഷന് ബന്ധമുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൽ വിശദീകരിക്കുന്നില്ല. അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫിയിൽ അഡ്സോർപ്ഷൻ ആപ്ലിക്കേഷനുണ്ട്. അങ്ങനെ എത്ര എക്സാമ്പിളാണ്. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തുടർച്ചയായിട്ട് വായിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ബാക്കോട്ട് പോയിട്ട് ഒന്നുകൂടെ കേൾക്കുക. അപ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് മതി, പരീക്ഷയ്ക്ക് വരും. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് മിക്സ്ചർ ഓഫ് ഗ്യാസ് ഉണ്ട്. ആ മിക്സ്ചർ ഓഫ് ഗ്യാസ് ഉള്ള കണ്ടെയ്നറിലേക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ ചേർത്തപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ പ്രഷർ കുറഞ്ഞു. എന്തുകൊണ്ട്? ഇതിലടങ്ങിയിരിക്കുന്ന പ്രതിഭാസം എന്താണ്? ഇതിലടങ്ങിയിരിക്കുന്ന പ്രതിഭാസം അഡ്സോർപ്ഷനാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആക്ടിവേറ്റഡ് ചാർക്കോൾ ആ കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസിനെ അല്പം അഡ്സോർബ് ചെയ്തപ്പോൾ പ്രഷർ കുറഞ്ഞു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. ഇനി വേറൊന്ന് പറയാം. ഗ്രീനിഷ് യെല്ലോ കളേർഡായിട്ടുള്ള കെയിൻ ഷുഗർ ജ്യൂസ്, കരിമ്പ് ജ്യൂസ്, അതിൽ നിന്ന് പഞ്ചസാര ക്രിസ്റ്റൽ വേർതിരിച്ചെടുക്കുമ്പോൾ കളർലെസ് ആണ് കിട്ടുന്നത്. അവിടെ അപ്ലൈ ചെയ്തത് ഏത് മെത്തേഡാണ്? അവിടെ അപ്ലൈ ചെയ്തത് അഡ്സോർപ്ഷനാണ്. എന്താണ് അവിടെ യൂസ് ചെയ്തത്? അനിമൽ ചാർക്കോൾ എന്ന് പറയുന്ന സബ്സ്റ്റൻസിലൂടെ ഈ കെയിൻ ഷുഗർ ജ്യൂസിനെ കടത്തിവിട്ടപ്പോൾ ഡീകളറൈസ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള ആപ്ലിക്കേഷൻ അഡ്സോർപ്ഷനാണ്. ക്ലിയർ? എന്നിട്ട് ചോദിക്കുകയാണ്, അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ചോദിച്ചൂടെ? ചോദിക്കുമ്പോൾ എന്ത് പറയും ഉത്തരം? നേരത്തെ പറഞ്ഞല്ലേ,
ബാക്കോട്ട് പോവുക, ആ ടേബിൾ നോക്കുക. റെഡി? അഡ്സോംപ്ഷൻ്റെ ആപ്ലിക്കേഷൻ മലയാളത്തിലേതാ വളരെ കുറഞ്ഞ പോയിൻ്റ്, ഒരു 4 പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ പ്രത്യേകം ഇനി എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല, ഒന്ന് വായിച്ചു പോകാനുള്ളൂ. 4 പോയിൻ്റ് മാത്രമേ ഉള്ളൂ മലയാളത്തിൽ കൊടുത്തത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കൊളോയിഡാണ്. കൊളോയിഡ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. 1 നാനോമീറ്ററും അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കൊളോയിഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലുള്ള വസ്തുക്കൾ കൂട്ടിക്കലർന്നുണ്ടാകുന്ന മിശ്രിതത്തിനാണ് കൊളോയിഡ് എന്ന് പറയുക. ഇത് ഹെട്രോജീനിയസ് ആയ ഒരു മിക്സറിന് ഉദാഹരണമാണ്. ഓക്കെ, ഒരു കൊളോയിഡിൽ പ്രധാനമായി 2 പാർട്ടാണ് ഉണ്ടാവുക. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസും മറ്റൊന്ന് ഡിസ്പേർഷൻ മീഡിയവും. എന്താണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ കൊളോയിഡിലെ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥത്തിനാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയാം. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാലോ, ആ മീഡിയത്തിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലുള്ള വസ്തുക്കളെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും പറയുന്നു. അപ്പോൾ കൊളോയിഡ് എന്താണ്? കൊളോയിഡ് ഒരു ഹെട്രോജീനിയസ് മിക്സറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്. വൺ ഈസ് ഡിസ്പേർഷൻ മീഡിയം, ഓക്കെ, ആൻഡ് അനദർ ഈസ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ. ഓക്കെ, അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സ്ക്രീനിൽ ഇപ്പോൾ ഇതാ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കുക. കൊളോയിഡൽ പാർട്ടിക്കിളും അതുപോലെ ഡിസ്പേർഷൻ മീഡിയവും രണ്ടും കൂടെ കൂടിയ ഒരു ചിത്രം അവിടെ കണ്ടില്ലേ? അതിൽ ഡിസ്പേർഷൻ മീഡിയമാണ് ആ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ള. പിന്നെ ആ ഡോട്ട് ഇട്ടിട്ട് കണ്ടില്ലേ, ബ്ലൂ കളറിലുള്ള ഡോട്ട്സ് കണ്ടില്ലേ, അത് കൊളോയിഡൽ പാർട്ടിക്കിളാണ്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസാണ്. റെഡി? അതേ പാർട്ടിക്കിളിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇത് അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ പാർട്ടിക്കിളിനെ. മാത്രമല്ല കൊളോയിഡ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കൊളോയിഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഡി പിയുടെയും ഡി എമ്മിൻ്റെയും, ഡി പി ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും മറ്റൊന്ന് ഡി എം ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഭൗതിക സ്വഭാവത്തെ അടിസ്ഥാനമാക്കി നമുക്ക് 8 ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം ഉണ്ട്. നോക്കൂ, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡുമായ കൊളോയിഡൽ സിസ്റ്റത്തിൻ്റെ പേരാണ് സോൾ. അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച് സോൾ. സ്റ്റാർച്ച് സോൾ പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്. ഓക്കെ, അടുത്തത് ഡി പിയും ഡി എമ്മും രണ്ടും സോളിഡായ കൊളോയിഡൽ സിസ്റ്റമാണ്. അതിൻ്റെ പേര് സോളിഡ് സോൾ എന്നാണ്. ഉദാഹരണം അലോയ്സ്, ലോഹസങ്കരങ്ങളൊക്കെ. പിന്നെ സോളിഡും ഗ്യാസും, മീഡിയം ഗ്യാസ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്. കണ്ടോ എക്സാമ്പിൾ കണ്ടോ? സ്മോക്ക് എന്ന് പറയുമ്പോൾ പുക എന്ന് പറയുന്നതിൽ കൂടുതൽ എയറാണുള്ളത്. ആ എയറിൽ കാർബൺ പാർട്ടിക്കിൾ ഉണ്ടാവും. അടുത്തത് ലിക്വിഡും ഡി പി ലിക്വിഡ്, ഡി എമ്മും ലിക്വിഡ്. അങ്ങനെയുള്ള കൊളോയിഡൽ സിസ്റ്റത്തിൻ്റെ പേരാണ് എമൾഷൻ. എക്സാമ്പിളാണ് മിൽക്ക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആ പോയിൻ്റ് ശ്രദ്ധിച്ച് പഠിക്കുക. ലിക്വിഡ് ഡി എമ്മും ലിക്വിഡ് ഡി പിയും ഉള്ള കൊളോയിഡൽ സിസ്റ്റമാണ് എമൾഷൻ. എക്സാമ്പിളാണ് മിൽക്ക്. മറ്റ് എക്സാമ്പിളുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. സോപ്പ് ഫോം, സോപ്പിൻ്റെ പതയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ലിക്വിഡാണ്. അതിൽ ഗ്യാസും ഉണ്ട്. ഗ്യാസ് കൊളോയിഡൽ പാർട്ടിക്കിളാണ്. അപ്പോൾ സോപ്പ് ഫോം. റബ്ബർ ഏത് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്? സോളിഡ് ഫോം എന്ന് പറയുന്ന കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അതിൽ ഡി പി ഗ്യാസാണ്, ഡി എം സോളിഡാണ്. കൂടുതൽ എക്സാമ്പിളിലേക്ക് വേണ്ടല്ലോ. അടുത്തതിലേക്ക് വരാം നമുക്ക്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ, കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഇൻ്ററാക്ഷൻ വിത്ത് ഡി എം.
കൊളോയിഡൽ പാർട്ടിക്കിൾ ആയ ഡി പിയും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലെ ഇൻ്ററാക്ഷനെ, അവർ തമ്മിലുള്ള ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് കൊളോയിഡൽ സിസ്റ്റത്തെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അതിലൊന്നാണ് ലയോഫിലിക് കൊളോയിഡ്, മറ്റൊന്നാണ് ലയോഫോബിക് കൊളോയിഡ്. പേരിൽ തന്നെ ഉണ്ട്. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ്. അപ്പോൾ ഡി പിയും ഡി എമ്മും തമ്മിൽ നല്ല ലവിങ് ആണ്, ഇഷ്ടമാണ്. അതിനെ നമ്മൾ ലയോഫിലിക് കൊളോയിഡ് എന്ന് പറയും. ഡി പിയും ഡി എമ്മും തമ്മിൽ ഇഷ്ടമില്ല, അവർ തമ്മിൽ റിപ്പൾഷനാണ്, അവർ തമ്മിൽ അത്ര ഇഷ്ടമില്ല, വെറുപ്പാണ്. അങ്ങനെയുള്ള കൊളോയിഡൽ സിസ്റ്റം ആണെങ്കിൽ അതിനെ ലയോഫോബിക് കൊളോയിഡ് എന്ന് പറയും. ഇനി നിങ്ങൾ പറഞ്ഞ ഇതിലെ ഏറ്റവും സ്റ്റേബിൾ ആയത് ആരായിരിക്കും? ഇഷ്ടമുള്ളിടത്താണ് സ്റ്റെബിലിറ്റി ഉണ്ടാവുക, സ്ഥിരത ഉണ്ടാവുക. അതുകൊണ്ട് ലയോഫിലിക്ക് സ്ഥിരതയുള്ള കൊളോയിഡാണ്, ലയോഫോബിക്ക് സ്ഥിരതയില്ലാത്ത കൊളോയിഡാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഡി പിയും ഡി എമ്മും ജസ്റ്റ് മിക്സ് ചെയ്താൽ, കൂട്ടിച്ചേർത്താൽ നമുക്ക് കൊളോയിഡ് കിട്ടും. ഏതിൽ? ലയോഫിലിക്കിൽ. ഓക്കെ, അതുകൊണ്ട് അതൊരു റിവേഴ്സിബിളാണ് എന്ന് പറയാം. ഡി പിയും ഡി എമ്മും കൂട്ടിച്ചേർത്ത് കൊളോയിഡ് ഉണ്ടാക്കുക, കൊളോയിഡിനെ വീണ്ടും വേർതിരിച്ച് ഡി പിയും ഡി എമ്മും ആക്കി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് ലയോഫിലിക് കൊളോയിഡ് റിവേഴ്സിബിൾ കൊളോയിഡാണ്. എന്നാൽ ലയോഫോബിക് അങ്ങനെയല്ല. രണ്ടാളെയും ഡി പിയും ഡി എമ്മും ജസ്റ്റാണ് മിക്സ് ചെയ്താൽ കൊളോയിഡായി മാറില്ല. അതിന് വേറെയും ചില വസ്തുക്കൾ വേണം സഹായിക്കണമെങ്കിൽ. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നറിയോ? ഇറിവേഴ്സിബിളാണ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ പാല് കേടുവന്നാൽ പിന്നെ നേരെ പിന്നെയും പാലാക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടത് ഇറിവേഴ്സിബിളാണ്. ഏത്? ലയോഫോബിക്. ലയോഫോബിക് കൊളോയിഡിനെ സ്ഥിരതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാളെ ഉപയോഗിക്കണം. അയാളുടെ പേരാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. ലയോഫോബിക് കൊളോയിഡിനെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥത്തിൻ്റെ പേരാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ഒരു ലയോഫിലിക് കൊളോയിഡാണ് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിന് എക്സാമ്പിൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളുകൾ തന്നെ. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ജലാറ്റിൻ കൊളോയിഡിന് എക്സാമ്പിളാണ്. ഐസ്ക്രീമൊക്കെ സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ ജലാറ്റിൻ ചേർക്കണം. ആൽബുമിൻ, എഗ്ഗിലൊക്കെ ഉള്ള ഒരു പ്രത്യേക പ്രോട്ടീനാണ് ആൽബുമിൻ. ഗം അറബിക്, അതായത് ഗമ്മ്, പശ, എന്താണ്? പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന് എക്സാമ്പിളാണ്. ഡെക്സ്ട്രിൻ, പൊട്ടറ്റോ സ്റ്റാർച്ച്, ഇതൊക്കെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന് എക്സാമ്പിളാണ്. തൽക്കാലം രണ്ടെണ്ണം പഠിച്ചു വെക്കുക, ജലാറ്റിനും ആൽബുമിനും. ഓക്കെ, ജലാറ്റിൻ എന്തിനാണ് ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഐസ്ക്രീം എന്ന കൊളോയിഡൽ സിസ്റ്റത്തെ സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ടാണ് ആര് ചേർക്കുന്നത്? ജലാറ്റിൻ ചേർക്കുന്നത്. പെട്ടെന്ന് ഉരുകിപ്പോവില്ല, സ്റ്റേബിളായിട്ട് നിൽക്കും ജലാറ്റിൻ ചേർത്താൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോഴേക്ക് ഐസ്ക്രീം ഉരുകി കൈമക്കൂടെയും കാലുമക്കൂടെയൊക്കെ ഒഴിക്കാൻ തുടങ്ങും. എന്നാൽ ജലാറ്റിൻ ചേർത്ത ഐസ്ക്രീം പെട്ടെന്ന് ഉരുകൂല. കാരണം ജലാറ്റിൻ സ്റ്റെബിലൈസ് ഐസ്ക്രീം. ഇതിൽ മാത്രമല്ല, വേറെയും പല പദാർത്ഥങ്ങളിലും ജലാറ്റിൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ജലാറ്റിനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കണം, ജലാറ്റിൻ പ്രൊട്ടക്റ്റീവ് കൊളോയിഡാണ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡിൻ്റെ പവറിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് ഗോൾഡ് നമ്പർ. ഗോൾഡ് നമ്പർ ഏറ്റവും കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പവർ കൂടും. ഗോൾഡ് നമ്പർ ഏറ്റവും കുറഞ്ഞ ആളാണ് ജലാറ്റിൻ. അതുകൊണ്ട് തന്നെ ജലാറ്റിൻ്റെ പവർ, പ്രൊട്ടക്റ്റീവ് പവർ വളരെ കൂടുതലാണ്. അതും കൂടെ ഞാൻ എൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ഉപയോഗിക്കുമ്പോൾ ലയോഫോബിക് കൊളോയിഡ് സ്ഥിരത കൈവരിക്കുന്നത്? അത് കാണിക്കുന്നൊരു ചിത്രമാണ് ഇപ്പോൾ ഗ്രാഫിൽ സ്ക്രീനിലുള്ളത്. നോക്കൂ, ലയോഫോബിക് കൊളോയിഡിൻ്റെ മുകളിൽ സർഫസിൽ ലയോഫിലിക് കൊളോയിഡ് വന്നിട്ട് ഇങ്ങനെ ഒരു ലെയർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ലയോഫോബിക് കൊളോയിഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നു. റെഡി? കച്ചറയും കുലുമാലൊക്കെ ഉള്ളിടത്ത് പോലീസുകാർ വന്നിട്ട് ആ ആൾക്കാർ കൂടി നിൽക്കുന്നതിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്നതുപോലെ ലയോഫോബിക്കായ സ്റ്റേബിൾ അല്ലാത്ത
ഒരു കൊളോയിഡിന് ചുറ്റും ആര് വന്നു നിൽക്കും? പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് വന്നു നിൽക്കുമ്പോൾ ആ കൊളോയിഡ് സ്റ്റേബിളായി മാറുന്നു. റെഡി? അതാണ് ആ ചിത്രം കാണിക്കുന്ന സന്ദേശം. ലയോഫോബിക് കൊളോയിഡും ലയോഫിലിക് കൊളോയിഡും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഒരു ടേബിൾ ആക്കിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒന്നുകൂടെ നോക്കുക. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കുറച്ചുകൂടെ ഷോർട്ടായി മലയാളത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഡിസ്പേഴ്സർ ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ശക്തമായ ആകർഷണ ബലമായിരിക്കും ലയോഫിലിക്കിൽ, എന്നാൽ മറ്റേതിൽ ആകർഷണ ബലമില്ല. ഇത് സ്ഥിരതയുള്ളതാണ്, മറ്റേത് സ്ഥിരത കുറവാണ്. റെഡി? ലയോഫിലിക്കിന് ഇലക്ട്രോലൈറ്റ് ചേർത്താൽ പെട്ടെന്ന് അതെന്ത് ചെയ്യില്ല, കട്ടയായി മാറില്ല, കൊയാഗുലേറ്റ് ചെയ്യില്ല. എന്നാൽ ലയോഫോബിക്കിലേക്ക് ഇലക്ട്രോലൈറ്റ് ചേർത്താൽ അത് പെട്ടെന്ന് തന്നെ കൊയാഗുലേറ്റ് ചെയ്യും, അതായത് കട്ട പിടിക്കും. സ്വന്തമായി സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ട ആളാണ് ലയോഫിലിക്ക്. എന്നാൽ ലയോഫോബിക്ക് മൂന്നാമത്തെ ഒരാളെ ചേർത്താൽ മാത്രമേ സ്ഥിരത കൈവരിക്കുകയുള്ളൂ, ഐസ്ക്രീമിൽ ജലാറ്റിൻ ചേർക്കുന്നത് പോലെ. ഓക്കെ, 2-3 പോയിൻ്റെങ്കിലും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ചിത്രത്തിലേക്ക് നോക്കുക. ലയോഫോബിക്കും ഫിലിക്കും വേർതിരിക്കുന്ന ചിത്രമാണ് കൊടുത്ത്. സ്റ്റേബിളായ കൊളോയിഡും സ്റ്റേബിൾ അല്ലാത്ത കൊളോയിഡും. സ്റ്റേബിൾ അല്ലാത്ത കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ലയോഫോബിക്കാണ് അല്ലേ? രണ്ടിൻ്റെയും ചിത്രം ഒന്ന് വ്യത്യാസം നോക്ക്. പാർട്ടിക്കിളൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് അടിയിലേക്ക് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, സെഡിമെൻ്റ് ചെയ്യുന്നു, സെറ്റിലാവുന്നു. ഏതിൽ? ലയോഫോബിക്കിൽ. എന്നാൽ ഫിലിക്കിൽ അങ്ങനെയല്ല. അതിങ്ങനെ യൂണിഫോമായ പാർട്ടിക്കിൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയായിരിക്കും. ചിത്രം കണ്ടില്ലോ? കൊളോയിഡൽ സിസ്റ്റത്തിലുള്ള കണികകളുടെ വലിപ്പത്തെ, അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി നമുക്ക് കൊളോയിഡൽ സിസ്റ്റത്തെ 3 ആക്കി തിരിക്കാം. അതിലൊന്നാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. വേഗം വിശദീകരിക്കാം. 1 നാനോമീറ്ററിലും താഴെയുള്ള കണികകൾ കുറേ എണ്ണം ഒരുമിച്ച് ചേർന്ന് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലുള്ള വലിപ്പത്തിലേക്ക് വരുന്നത് വഴിയുണ്ടാകുന്ന കൊളോയിഡിനാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുക. ഓക്കെ, പാർട്ടിക്കിൾ ഹാവിംഗ് ലെസ് ദാൻ 1 നാനോമീറ്റർ ജോയിൻ ടുഗദർ ടു ഫോം കൊളോയിഡൽ ഡയമെൻഷൻ ഈസ് കാൾഡ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. ആ പേരിൽ തന്നെ ഉണ്ട്. മൾട്ടി പറഞ്ഞാൽ കുറേ എണ്ണം മോളിക്യൂൾസ് കൂടിച്ചേർന്ന് കൊളോയിഡൽ പാർട്ടിക്കിളായി മാറുന്നു. ഇതിന് എക്സാമ്പിളാണ് ഗോൾഡ് സോളും സൾഫർ സോളും. മറ്റൊന്നാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. കൊളോയിഡുകൾ നിർമ്മിക്കുമ്പോൾ തന്നെ കണികകളുടെ വലിപ്പം 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലുണ്ട്. കൂടിച്ചേർന്നുണ്ടായതല്ല. അയാൾ ഒറ്റക്ക് തന്നെ കൊളോയിഡൽ ഡയമെൻഷൻ ഉണ്ട്. കൊളോയിഡൽ പാർട്ടിക്കിൾ ഹാവിംഗ് കൊളോയിഡൽ ഡയമെൻഷൻ ഈസ് കാൾഡ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. അപ്പോൾ വലിയ പാർട്ടിക്കിൾ എന്നർത്ഥം. ഓക്കെ, എക്സാമ്പിളാണ് പോളിമേഴ്സ്, സ്റ്റാർച്ച്, സെല്ലുലോസ് തുടങ്ങിയ പാർട്ടിക്കിളൊക്കെ. അടുത്തത് അസോസിയേറ്റഡ് കൊളോയിഡ്. ഗാഢത കുറയുമ്പോൾ ഇലക്ട്രോലൈറ്റായും ഗാഢത കൂടുമ്പോൾ കൊളോയിഡായും മാറാൻ കഴിയുന്ന കണികകളെ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നു. ഇതിൻ്റെ മറ്റൊരു പേരാണ് മിസല്ലി. എക്സാമ്പിളാണ് സോപ്പ്, വേറൊന്നാണ് ഡിറ്റർജൻറ്റ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ, അതായത് മൈസൽ ഫോം ചെയ്യാൻ ആവശ്യമായി മിനിമം. അടുത്ത നമുക്ക് പറയാനുള്ളത് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ. എന്താണ് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ? അതായത് ഒരു ഇലക്ട്രോലൈറ്റ് ഗാഢത കൂടി കൊളോയിഡ് ആയി മാറാൻ വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ഗാഢതയെ ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദി മിനിമം കോൺസെൻട്രേഷൻ റിക്വയർഡ് ടു ഫോം കൊളോയിഡ് or micelle or associated colloid is called critical micelle concentration. ഇതിനാവശ്യമായ, അതായത് മൈസൽ ഫോം ചെയ്യാൻ ആവശ്യമായ മിനിമം ഊഷ്മാവിനെ നമുക്ക് പറയാം ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ക്ലിയർ? അടുത്തതാണ് സോപ്പിൻ്റെ പ്രവർത്തനം. സോപ്പ് എങ്ങനെയാണ് കയ്യിൽ
ഉള്ള നെയ്യിനെ നീക്കം ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നെയ്ച്ചോറൊക്കെ തിന്ന് വരുന്ന സമയത്ത് കയ്യിൽ നെയ്യുണ്ട്. ആ നെയ്യിനെ നീക്കം ചെയ്യാൻ നിങ്ങളെന്താ ഉപയോഗിക്കൽ? സോപ്പ് ഉപയോഗിക്കും അല്ലേ? ആ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് എന്താണ് അവിടെ നടത്തുന്ന പ്രവർത്തനം, അതാണ് പറയാൻ പോകുന്നത്. സ്ക്രീനിലേക്ക് നോക്കുക. സോപ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം പോളാർ ഇനോർഗാനിക് ഭാഗമാണ്, മറ്റൊരു ഭാഗം നോൺ പോളാർ ഓർഗാനിക് ഭാഗമാണ്. നോൺ പോളാർ അഗ്രം അഴുക്കിലോ അല്ലെങ്കിൽ കയ്യിലുള്ള നെയ്യിലോ പറ്റിപ്പിടിച്ച് ഒരു മിസല്ലി രൂപപ്പെടുത്തുന്നു. പോളാർ അഗ്രം വെള്ളത്തിൽ പറ്റിപ്പിടിച്ച് അഴുക്കിനെ നീക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. നമുക്കതിൻ്റെ ചിത്രം നോക്കാം. നോക്ക്, സോപ്പിന് 2 ഭാഗങ്ങൾ. ഒരു ഭാഗം പോളാറായ ഇനോർഗാനിക് ഭാഗം, മറ്റൊന്ന് നോൺ പോളാറായ ഓർഗാനിക് ഭാഗം. ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു ഹെഡ് ടെയിലും വെച്ചിട്ട്. അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കയ്യിൽ നെയ്യാണെങ്കിൽ ആ നെയ്യിലേക്ക് ആ ഓർഗാനിക് ഭാഗം അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. അങ്ങോട്ട് തല പുറത്തേക്ക് തള്ളി ഇങ്ങനെ നിൽക്കും. തല എന്ന് പറയുന്നത് CO2- പോളാർ ഭാഗമാണ്. പോളാർ ഭാഗം പുറത്തേക്ക് നിൽക്കുമ്പോൾ പോളാറായ വാട്ടർ അടുത്തേക്ക് വന്നിട്ട് ഈ മിസല്ലി എന്ന് പറയുന്ന ഈ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഈ പാർട്ടിക്കിളിനെ എടുത്താണ്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. റെഡി? അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്. കൊളോയിഡിനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പ്രിപ്പയർ ചെയ്യാൻ പ്രധാനമായി 2-3 മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്, രാസപരമായ രീതികൾ. രാസപരമായ രീതി തന്നെ 4 ഉണ്ട്. ഒന്ന് ഓക്സിഡേഷൻ, സൾഫർ സോൾ ഉണ്ടാക്കുന്ന ഉദാഹരണം അതവിടെ. മറ്റൊന്ന് റിഡക്ഷൻ, ഗോൾഡ് സോൾ ഉണ്ടാക്കുന്ന, ഗോൾഡ് സ്വർണത്തിൻ്റെ സോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിഡക്ഷൻ മെത്തേഡ്. മറ്റൊന്ന് ഹൈഡ്രോളിസിസ്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിസിസ്. മറ്റൊന്ന് ഡബിൾ ഡീകമ്പോസിഷൻ, ആർസീനിയസ് സൾഫൈഡിൻ്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡ്. ഇതൊക്കെ കെമിക്കൽ മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റിഗ്രേഷനാണ്. ഇതിന് വേറെ പേര് അറിയപ്പെടും ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ലോഹങ്ങളുടെ സോളുകൾ, ലോഹങ്ങളുടെ കൊളോയിഡുകൾ, സ്വർണത്തിൻ്റെ, സിൽവറിൻ്റെ, പ്ലാറ്റിനത്തിൻ്റെ ഒക്കെ കൊളോയിഡ് നിർമ്മിക്കാനാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. അതിനെന്താ വേണ്ടത്? നല്ല ഐസ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. ഐസ് പാക്ക് ചെയ്ത ഒരു പാത്രം അല്ലേ, ആ പാത്രത്തിൽ ഐസിൻ്റെ പ്രസൻസ് കൊണ്ട് നല്ല തണുത്തുറഞ്ഞ വെള്ളം ഉണ്ടാവും. ആ ബ്ലൂയിഷ് കളറിലുള്ളത് നല്ല തണുത്ത ഐസ് കോൾഡ് വാട്ടറാണ്. ആ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഏത് ലോഹത്തിൻ്റെ കൊളോയിഡാണോ ഉണ്ടാക്കുന്നത് ആ ലോഹത്തിൻ്റെ 2 റോഡുകളിൽ ഇറക്കി വെക്കും. ആ ചുവന്ന കളറിലുള്ളത് ലോഹത്തിൻ്റെ ഇലക്ട്രോഡുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ആ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പാർക്കിംഗ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി ലോഹത്തിൻ്റെ റോഡുകൾ സബ്ലിമേറ്റ് ചെയ്ത് സോളിഡായ വസ്തു ഗ്യാസായി മാറുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുക. ആ സോളിഡായ മെറ്റൽ ഗ്യാസായിട്ട് മാറി ആ വെള്ളത്തിൽ അങ്ങോട്ട് ഡിസോൾവ് ആവും. അങ്ങനെ ഡിസോൾവ് ആകുമ്പോൾ കൊളോയിഡ് കിട്ടും. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ പൗഡർ ആ വെള്ളത്തിൽ അങ്ങോട്ട് ഡിസോൾവ് ആവും. കോപ്പർ ആണെങ്കിൽ കോപ്പറിൻ്റെ പൗഡർ ആ വെള്ളത്തിൽ ഡിസോൾവ് ആവും. സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെ പൗഡർ അതിൽ ഡിസോൾവ് ആവും. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ നടന്നത്? ഐസ് കോൾഡ് വാട്ടർ ബാത്തിലേക്ക് മെറ്റൽ ഇലക്ട്രോഡ് ഇറക്കി വെച്ച് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യാം. ദെൻ മെറ്റൽ റോഡ് സബ്ലിമേറ്റ് and it dissolves in water to form colloid. That is called Bredik's arc method. This method is used to prepare metal sol or metal colloid. Ready? ചിത്രം ഒന്നുകൂടി നല്ല വ്യക്തതയോട് കൂടെ കാണണമെങ്കിൽ ഇതാ സ്ക്രീനിലേക്ക് നോക്കുക. അതാണ് ചിത്രം. ഓക്കെ,
കൊളോയിഡിൻ്റെ പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ മെത്തേഡാണ് പെപ്റ്റൈസേഷൻ. പ്രസിപ്പിറ്റേറ്റിനെ യോജിച്ച ഇലക്ട്രോലൈറ്റുമായി ചേർത്ത് ഷെയ്ക്ക് ചെയ്തിട്ട് കൊളോയിഡ് ഉണ്ടാക്കുന്ന പ്രതിഭാസത്തിനാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുക. ഒന്നുകൂടെ എന്താ പറഞ്ഞത്? പ്രസിപ്പിറ്റേറ്റ് അതായത് അവക്ഷിപ്തത്തെ യോജിച്ച ഇലക്ട്രോലൈറ്റ് ചേർത്ത് നന്നായി അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്താൽ കൊളോയിഡായിട്ട് മാറും. ഈ പ്രതിഭാസത്തിനാണ്, ഈ പ്രിപ്പറേഷനാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുക. കൺവേർഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഇൻറ്റു കൊളോയിഡ് ബൈ ആഡിങ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, പെപ്റ്റൈസേഷനും പഠിച്ചു. അടുത്ത പോയിൻ്റ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളം വളരെ സിമ്പിളായതാ സ്ക്രീനിൽ ഇപ്പോൾ കാണാം. നോക്കുക, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞ മലയാള വാക്കുകളാണെങ്കിൽ അതങ്ങനെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഈ നോട്ട് വേണമെങ്കിൽ ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നോട്ട് എഴുതിയെടുക്കുക. ഏതാണോ സൗകര്യം പോലെ ചെയ്തോളൂ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക്. കൊളോയിഡ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ. പ്രിപ്പയർ ചെയ്ത കൊളോയിഡിൽ ഇഷ്ടം പോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്ന പ്രതിഭാസത്തിനാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് എന്ന് പറയുക. കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ 3 മെത്തേഡാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡയാലിസിസ്, നമ്പർ 2 ഇലക്ട്രോ ഡയാലിസിസ്, നമ്പർ 3 അൾട്രാ ഫിൽട്രേഷൻ. വാട്ട് ഈസ് ഡയാലിസിസ്? നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണത്. ബ്ലഡ് എന്ന് പറയുന്ന കൊളോയിഡിലെ ഇമ്പ്യൂരിറ്റീസിനെ, അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രോസസ്സാണ് ഡയാലിസിസ്. കിഡ്നിയാണ് ആ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ കൃത്രിമമായി നമ്മൾ പുറത്ത് വെച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. കൊളോയിഡ് എടുക്കുക, ആ കൊളോയിഡിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ എടുക്കുക, എന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഇറക്കി വെക്കുമ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പുറത്തേക്ക് ഇമ്പ്യൂരിറ്റീസ്, അപദ്രവ്യങ്ങൾ പുറത്തേക്ക് പോകും. ഈ പ്രതിഭാസത്തിനാണ് ഡയാലിസിസ് എന്ന് പറയുക. ഈ ഇമ്പ്യൂരിറ്റീസ് പുറത്തു പോകുന്ന പ്രോസസ്സിനെ കുറച്ചും കൂടെ നമുക്ക് വേഗത കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? കൊളോയിഡ് എടുത്ത ആ ബാഗിൻ്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡയാലിസിസ് പ്രോസസ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ റേറ്റ്, വേഗത കൂടും. ഈ മെത്തേഡിനെ നമ്മൾ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയും. വൈദ്യുതിയുടെ സഹായത്തോടെ ഡയാലിസിസ് ചെയ്യുന്നതിനെ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുന്നു. അതിൻ്റെ ചിത്രം നമുക്ക് കാണാം. നോക്കൂ, ആദ്യത്തേൽ കൊളോയിഡ് എടുത്ത ഒരു ബാഗ് ഒഴുകുന്ന വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് പുറത്തേക്ക് ഇങ്ങനെ പോകും. എന്നാൽ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി തൊട്ടപ്പുറത്ത് കണ്ടോ നിങ്ങൾ ഇലക്ട്രോ ഡയാലിസിസ്, ആ ബാഗിൻ്റെ തൂക്കിയിട്ട പാത്രത്തിൻ്റെ അപ്പുറത്ത് എന്ത് വെച്ചിട്ടുണ്ട്? പുറത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും കണ്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ റിമൂവൽ, ഇമ്പ്യൂരിറ്റീസ് പെട്ടെന്ന് തന്നെ കൊളോയിഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, മൂന്നാമത്തെ പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. പ്രത്യേക വലിപ്പത്തിലുള്ള സുഷിരങ്ങളുള്ള ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് അരിച്ചെടുക്കുന്ന പ്രതിഭാസത്തിനാണ്, മെത്തേഡിനാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. അപ്പോൾ കൊളോയിഡ് ശുദ്ധീകരിക്കാൻ എത്ര മെത്തേഡ് പഠിച്ചു? ഒന്ന് ഡയാലിസിസ്, നമ്പർ 2 ഇലക്ട്രോ ഡയാലിസിസ്, നമ്പർ 3 അൾട്രാ ഫിൽട്രേഷൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. കൊളോയിഡിൻ്റെ സ്വഭാവങ്ങൾ. കൊളോയിഡിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് ടിൻഡാൽ ഇഫക്റ്റ്. എന്താണ് ടിൻഡാൽ ഇഫക്റ്റ്? കൊളോയിഡൽ സിസ്റ്റത്തിലൂടെ ലൈറ്റ് ബീം പാസ് ചെയ്താൽ ലൈറ്റ് കടന്നു പോകുന്ന പാത വ്യക്തമായി കാണുന്നുവെങ്കിൽ ആ പ്രതിഭാസത്തിനാണ് ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ടിൻഡാൽ ഇഫക്റ്റിന് കാരണം? കൊളോയിഡൽ സിസ്റ്റത്തിലൂടെ ലൈറ്റ് ബീം കടന്നു പോകുമ്പോൾ ആ ലൈറ്റ് ബീം, ലൈറ്റ് റേ കൊളോയിഡൽ പാർട്ടിക്കിളിൽ തട്ടി സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ടിൻഡാൽ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ
പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റ്, ആ ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ ബീം ഇങ്ങനെ കാണാൻ പറ്റും. എന്താ കാരണം? തിയേറ്ററിനകത്ത് പുക വലിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും ചിലർ പുക വലിക്കും. വലിച്ചു കഴിഞ്ഞാൽ ആ റൂമിനകത്ത് സ്മോക്ക് ഉണ്ടാവും. സ്മോക്ക് ഈസ് എ കൊളോയിഡൽ സിസ്റ്റം. ആ കൊളോയിഡൽ സിസ്റ്റത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ പാത നമ്മൾ കാണുന്നു. പുലർവേളകളിൽ, മഞ്ഞുള്ള പ്രഭാതങ്ങളിൽ സൂര്യോദയത്തിൻ്റെ ആ വർണ്ണക്കിരണങ്ങൾ വരുമ്പോൾ ആ വരുന്ന കിരണത്തെ നമുക്കിങ്ങനെ ഒരു ബീം പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഫിനോമിനൻ, this property is called Tyndall effect. What is Tyndall effect? When light beam is passed through colloidal solution, the path of light is illuminated. This phenomenon is called Tyndall effect. അതൊരു കോണ് പോലെയാണ് ഫോം ചെയ്യുക. അതിനെ ടിൻഡൽ കോൺ എന്നും അറിയപ്പെടും. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ കുറയാൻ പാടില്ല. മാത്രമല്ല ഡി പിയും ഡി എമ്മും തമ്മിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വലിയ വ്യത്യാസം വേണം. ഇതൊക്കെ ടിൻഡാൽ ഇഫക്റ്റ് ഉണ്ടാവാനുള്ള നിബന്ധനകളാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത പ്രോപ്പർട്ടീസിലേക്ക് വരാം. ടിൻഡാൽ ഇഫക്റ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ചിത്രങ്ങൾ, ഇതാ 2 ചിത്രം ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഒരു ചിത്രം? പ്രഭാതവേളകളിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണിത്. അടുത്ത ചിത്രം കണ്ടോ? സൊല്യൂഷനിലൂടെ ലൈറ്റ് പോകുന്നുണ്ട്, കൊളോയിഡിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ സൊല്യൂഷനിലൂടെ പോകുമ്പോൾ അതിൻ്റെ പാത്തൊന്നും, അതിൻ്റെ വഴി കാണുന്നില്ല. എന്നാൽ കൊളോയിഡിലൂടെ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന പാത നമുക്ക് തെളിഞ്ഞ് കാണുന്നു. റെഡി? ദാറ്റ് ഈസ് ടിൻഡാൽ ഇഫക്റ്റ്. അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ്. കൊളോയിഡൽ സിസ്റ്റത്തിലെ പാർട്ടിക്കിളിന് ക്രമരഹിതമായ തുടർച്ചയായ ചലനങ്ങളാണ് ഉള്ളത്. ഈ മൂവ്മെൻറ്റിനെ നമുക്ക് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയാം. റാൻഡം ആൻഡ് കണ്ടിന്യൂയിങ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഇൻ കൊളോയിഡൽ സിസ്റ്റം ഈസ് കാൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. എന്താ ഇതിന് കാരണം? കൊളോയിഡൽ പാർട്ടിക്കിൾ ഡിസ്പേർഷൻ മീഡിയത്തിലെ മോളിക്യൂളുമായി കൂട്ടിയിടിക്കുന്നതാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റിനുള്ള കാരണം. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ്, ചാർജ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിനെല്ലാം ഒരു പ്രത്യേക ചാർജ് ഉണ്ടാവും. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. പോസിറ്റീവ് ചാർജ് കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്, ബേസിക് ഡൈ, ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ഒരു കൊളോയിഡാണ് നമുക്കറിയാലോ. അതിലുള്ള ഹീമോഗ്ലോബിൻ പോസിറ്റീവ് കൊളോയിഡൽ പാർട്ടിക്കിളാണ്. അതുപോലെ മെറ്റാലിക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലത്തെ മെറ്റാലിക് ഓക്സൈഡ്. അടുത്ത നെഗറ്റീവ് ചാർജ് കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ് മെറ്റൽ സോൾ, ഗോൾഡ് സോള്, സിൽവർ സോള്, കോപ്പർ സോള് എക്സെട്ര. അടുത്ത മെറ്റൽ സൾഫൈഡ്, ആർസീനിയം സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ് എക്സെട്ര. ആസിഡായി. അടുത്തത് സോൾ ഓഫ് സ്റ്റാർച്ച്, കഞ്ഞിവെള്ളത്തിലെ സ്റ്റാർച്ച്. ഗൺ, ജലാറ്റിൻ, ഐസ്ക്രീമിലെ ജലാറ്റിൻ. ക്ലേ, ചളി കലർന്ന വെള്ളം ഉണ്ടെന്ന് കരുതുക. ആ വെള്ളത്തിലുള്ള ക്ലേയുടെ ചാർജ് നെഗറ്റീവാണ്. ചാർക്കോൾ, അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രോഫോറസിസ്. കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രോഫോറസിസ് എന്ന പ്രതിഭാസം ഉണ്ടാകാൻ തന്നെ കാരണം. എന്താണ് ഈ നടക്കുക? ഒരു കൊളോയിഡൽ സിസ്റ്റത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ കൊളോയിഡൽ പാർട്ടിക്കിൾ ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും മൂവ് ചെയ്യും. ഈ മൂവ്മെൻറ്റിനെ, ഈ ചലനത്തെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക. കൊളോയിഡൽ സിസ്റ്റത്തിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നു. കാഥോഡിലേക്കാണ് പോകുന്നതെങ്കിൽ കാറ്റാഫോറസിസ് എന്നും, ആനോഡിലേക്കാണ് പോകുന്നതെങ്കിൽ ആനാഫോറസിസ് എന്നും പറയും. ഓക്കെ, എന്താ ഇലക്ട്രോഫോറസിസിന് കാരണം?
കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് ഉണ്ട് എന്നതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ എയ്തർ ടു കാഥോഡ് ഓർ ആനോഡ് ഓൺ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ കൊളോയിഡൽ സിസ്റ്റം. റെഡി? അടുത്തതാണ് കൊയാഗുലേഷൻ. ഇതിന് വേറെ പേരാണ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ. കൊയാഗുലേറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കുക. അപ്പോൾ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ കട്ടയായി മാറുക. കൊളോയിഡൽ സിസ്റ്റം പ്രസിപ്പിറ്റേറ്റായി മാറുന്ന പ്രതിഭാസത്തിനാണ് കൊയാഗുലേഷൻ എന്ന് പറയുക. ഇപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്ന കൊളോയിഡ് നിങ്ങളൊരു ഗ്ലാസ്സിൽ വെച്ചാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിളൊക്കെ സെറ്റിലാവും, അടിയിലിങ്ങനെ വന്ന് ഊറി നിൽക്കും. ഇതിന് നമുക്കെന്ത് പറയാം? കട്ടയാവുമല്ലേ, അതിനെ കൊയാഗുലേഷൻ എന്ന് പറയാം. സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഈസ് കാൾഡ് കൊയാഗുലേഷൻ. ഈ കൊയാഗുലേഷൻ നടക്കാൻ ഒരുപാട് മാർഗമുണ്ട്. ഇലക്ട്രോലൈറ്റ് ചേർത്താലും മതി. ഇപ്പോൾ ഉദാഹരണത്തിന് കഞ്ഞിവെള്ളത്തിൽ തന്നെ നിങ്ങൾ അല്പം ഉപ്പ് ചേർത്തു എന്ന് കരുതുക. ഉപ്പ് ചേർത്താൽ കൊളോയിഡൽ പാർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് സെറ്റിലാവും. റെഡി? വാട്ട് ഈസ് കൊയാഗുലേഷൻ? പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കാൾഡ് കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ. ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട് അല്ലേ? മിൽക്ക്, കേഡിങ് ഓഫ് മിൽക്ക് അല്ലേ? ഇനി വേറെ പറയണം. ഇപ്പം നല്ല ക്ലേ പാർട്ടിക്കിളുള്ള ചളിവെള്ളമാണ്. ചളിവെള്ളത്തെ ശുദ്ധീകരിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ആ ചളിവെള്ളത്തിലേക്ക് അല്പം ഇലക്ട്രോലൈറ്റ് ചേർത്താൽ ആ ചളി മണ്ണുള്ള വെള്ളം നല്ല ക്ലിയറായിട്ട് വരും. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊയാഗുലേഷൻ. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊയാഗുലേഷൻ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ ഒരു മലയാളമാണ് അവിടെ കൊടുത്തത്. ബ്രൗണിയൻ മൂവ്മെൻറ്റ്, അതായത് ബ്രൗണിയൻ ചലനം, ടിൻഡൽ പ്രഭാവം, ഇലക്ട്രോഫോറസിസ്, ഇലക്ട്രോ ഓസ്മോസിസ്, കൊയാഗുലേഷൻ ഒക്കെ അതിൻ്റെ മലയാളമാണ്. മിനിമം അതെങ്കിലും പഠിച്ചു വെക്കുക. ഞാനീ വായിക്കണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് വായിച്ചു നോക്കുക. റെഡി? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഹാർഡി-ഷൂൾസ് റൂൾ. എന്താണ് ഹാർഡി-ഷൂൾസ് റൂൾ? ദി ഗ്രേറ്റർ ദി വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ, ദി ഗ്രേറ്റർ വിൽ ബി ദി കൊയാഗുലേറ്റിംഗ് പവർ. കൊയാഗുലേറ്റ് ചെയ്യുന്ന അയോണിൻ്റെ വാലൻസി കൂടുന്നതിനനുസരിച്ച് കൊയാഗുലേറ്റിംഗ് പവർ കൂടുന്നു. ഉദാഹരണം അവിടെ തന്നെ ഉണ്ട്. നിങ്ങളൊരു നെഗറ്റീവ് കൊളോയിഡൽ സിസ്റ്റത്തെയാണോ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ ആ നെഗറ്റീവിനെ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട അയോൺ ഏതാ? പോസിറ്റീവാണ്. എന്താ കാരണം? നെഗറ്റീവിനെ അതിൻ്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ചേർക്കേണ്ട ആൾ പോസിറ്റീവാണ്. അപ്പം നെഗറ്റീവ് ചാർജഡ് ആയ ഒരു കൊളോയിഡൽ സിസ്റ്റത്തിലേക്ക് 3 അയോണുകൾ ഞാൻ ചേർക്കുകയാണ്. Al3+, Ba2+, Na+. ഇതിലാർക്കാണ് കൂടുതൽ കൊയാഗുലേറ്റിംഗ് പവർ ഉണ്ടാവുക? Al3+നാണ്. എന്തുകൊണ്ട്? അതിന് 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അയാൾക്ക് 3 നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. Ba2+ന് 2 നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ. Na+ന് 1 നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ. ഒരു അലൂമിനിയം ചേർത്താൽ 3 നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു അലൂമിനിയത്തിന് പറ്റും. അതുകൊണ്ട് പവർ ആർക്കാ കൂടുതൽ? അലൂമിനിയത്തിനാണ്. എന്തുകൊണ്ട്? അതിൻ്റെ വാലൻസി കൂടുതലാണ്. വാലൻസി കൂടുന്നതിനനുസരിച്ച് കൊയാഗുലേറ്റിംഗ് പവർ കൂടുന്നു. മിനിമം അതാണ് പഠിച്ചാൽ മതി. ഹയർ ദി വാലൻസി, ഗ്രേറ്റർ ഈസ് ദി കൊയാഗുലേറ്റിംഗ് പവർ. ഓക്കെ അല്ലേ? മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. അവിടെ പോസിറ്റീവായ കൊളോയിഡൽ സിസ്റ്റത്തെ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആര് ചേർക്കണം? നെഗറ്റീവ് ചാർജുള്ള ആൾ ചേർക്കണം. അപ്പോൾ 4 നെഗറ്റീവ് ചാർജുള്ള ആൾ അവിടെ ഉണ്ട് അല്ലേ? FeCN6 × 4-, അയാളെ വാലൻസി 4 4 നെഗറ്റീവ് ചാർജിൻ്റെ അയാൾക്ക്. തൊട്ടടുത്തുള്ള ആൾ PO4 3-, അയാൾക്ക് 3 ഉള്ളൂ. അടുത്ത ആൾക്ക് 2- ആണ്. Cl-ന് 1- അപ്പോൾ ആർക്കാ കൂടുതൽ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി? ബാലൻസി കൂടിയാക്ക്.
പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡൽ സിസ്റ്റത്തിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ആൾ വേണം. അപ്പം നെഗറ്റീവ് ചാർജ് ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും നല്ല പവറുള്ള ആൾ. കണ്ടോ, ഓർഡർ കണ്ടില്ല ഇവിടെ പറഞ്ഞേ. വാട്ട് ഈസ് ഹാർഡി-ഷൂൾസ് റൂൾ? ഹയർ ദി വാലൻസി ഓഫ് ആക്റ്റീവ് അയോൺ ഗ്രേറ്റർ ഈസ് ദി കൊയാഗുലേറ്റിംഗ് പവർ. മലയാളത്തിൽ കാണണം, ഇത് കണ്ടോളൂ. സംയോജകത കൂടുന്തോറും കൊളോയിഡിനെ കട്ടയാക്കാനുള്ള കഴിവ് കൂടും. കണ്ടില്ലേ, അതിൻ്റെ മലയാളമാണ്. അടുത്ത പോയിന്റിലേക്ക് വരികയാണ് നമ്മൾ. എമൾഷൻ. എമൾഷൻ എന്താണെന്നുള്ള ചെറിയ തോതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ലിക്വിഡായ ഡി പിയും, അതായത് ലിക്വിഡായ ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡായ ഡിസ്പേർഷൻ മീഡിയവും കൂടിച്ചേർന്ന കൊളോയിഡിനാണ് എമൾഷൻ എന്ന് പറയാം. എമൾഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, മറ്റൊന്ന് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. നന്നായി ശ്രദ്ധിക്കണേ. വാട്ടർ ലിക്വിഡാണ്, ഓയിലും ലിക്വിഡാണ്. അപ്പോൾ 2 ലിക്വിഡുകൾ കൂടിച്ചേർന്നുണ്ടായ കൊളോയിഡാണ് എമൾഷൻ. അത് ഓയിൽ ഇൻ വാട്ടർ ഉണ്ടാവും, അതായത് വാട്ടർ കൂടുതലാണെങ്കിൽ ഓയിൽ ഇൻ വാട്ടർ, ഓയിലാണ് കൂടുതലെങ്കിൽ വാട്ടർ ഇൻ ഓയിൽ. ബുദ്ധിമുട്ടില്ലല്ലോ. അതിൻ്റെ ഒരു വിശദമായ സംഭവം നമ്മൾ ടാബിളിൽ ഇപ്പോൾ ഒന്ന് കാണാം. മലയാളത്തിലാണ് കൊടുത്തത്, നോക്കൂ. കൊളോയിഡിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ദ്രാവകമാണെങ്കിൽ അതിനെ എമൾഷൻ എന്ന് പറയുന്നു. അത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഉണ്ട്. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൽ ആരാ കൂടുതലുള്ളത്? വാട്ടറാണ്. അതുകൊണ്ട് അത് മീഡിയ ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസ് അപ്പോൾ ഓയിലാവും. എക്സാമ്പിളാണ് മിൽക്ക്. മിൽക്കിൽ കൂടുതൽ വാട്ടറല്ലേ ഉള്ളത്. ഓക്കെ. അടുത്ത് വാട്ടർ ഇൻ ഓയിൽ. ആരാ കൂടുതൽ? ഓയിലാണ് കൂടുതൽ. അതുകൊണ്ട് ഡിസ്പേർഷൻ മീഡിയം ഓയിലാണ്. വാട്ടർ കുറച്ചേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. എക്സാമ്പിൾ ബട്ടർ. വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ചെന്നാൽ ബട്ടർ കിട്ടും. കട്ടിയായിട്ടൊരു പാത്രത്തിൽ ഇങ്ങനെ കണ്ടില്ലേ, അതിൽ കുറച്ച് വാട്ടറിൻ്റെ അംശം ഉണ്ടാവും. ദാറ്റ് ഈസ് DP. ക്ലിയർ ആയില്ലേ? കൊളോയിഡുകൾ നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണുള്ളത്? ആകാശത്തിൻ്റെ നീല നിറം കിട്ടാൻ കാരണം ടിൻഡാൽ ഇഫക്റ്റാണ്. നന്നായി ഓർത്തിരിക്കണം. ആകാശത്തിൻ്റെ നീല നിറം കിട്ടാൻ കാരണം ടിൻഡാൽ ഇഫക്റ്റാണ്. അവിടെ ലൈറ്റിൻ്റെ സ്കാറ്ററിങ് സംഭവിക്കുന്നുണ്ട്. അടുത്തത്, രക്തം കട്ട പിടിക്കാൻ ആലം ഉപയോഗിക്കുന്നതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? അവിടെ ഹാർഡി-ഷൂൾസ് നിയമമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവിടെ നടക്കുന്ന പ്രോസസ്സ് കൊയാഗുലേഷനാണ്. അടുത്തത്, നദീമുഖങ്ങളിൽ ഡെൽറ്റ ഉണ്ടാകുന്നു. എന്താ ഡെൽറ്റ? കടലും പുഴയും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് മൺകൂനകൾ രൂപം കൊള്ളുന്നു. ഈ രൂപം കൊള്ളുന്ന മൺകൂനയെ ഡെൽറ്റ എന്ന് പറയും. എന്താ കാരണം? അവിടെ പുഴവെള്ളം കുത്തി ഒലിച്ച് ഇങ്ങനെ വരുമ്പോൾ അതിൽ മണ്ണുണ്ടാവും. ഉപ്പ് വെള്ളം കടലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ആ ഇലക്ട്രോലൈറ്റ് മണ്ണ് കലർന്ന വെള്ളവുമായി മിക്സ് ചെയ്യുമ്പോൾ അവിടെ കൊയാഗുലേഷൻ നടക്കും. മണ്ണ് അവിടെ ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ അവിടെ കൊയാഗുലേഷനാണ് നദീമുഖങ്ങളിൽ ഡെൽറ്റ ഉണ്ടാകുന്നതിന് കാരണം. കൊയാഗുലേഷനാണ്, കൊളോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാൻ പറ്റും. മേഘങ്ങളുണ്ട്, മേഘങ്ങളുടെ കൊയാഗുലേഷൻ നടത്തിയാൽ മഴ പെയ്യും. മേഘങ്ങൾ എന്ന് പറയുന്നത് നീരാവിയാണ്. ആ നീരാവിയിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് വിതറിയാൽ നീരാവി കട്ട പിടിക്കും. കട്ട പിടിക്കുമ്പോൾ ഐസാവും. ഐസ് താഴോട്ട് വീഴുമ്പോൾ ഫ്രിക്ഷൻ്റെ ഭാഗമായി അത് ഉരുകി വെള്ളമായിട്ട് വരും. ഉരുകാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഐസായിട്ട് വീഴും. അപ്പോൾ നമ്മൾ പറയും ആലിപ്പഴം എന്ന് പറയും. അടുത്തത്, തുകല് ഊറക്കിടുന്നത്. തുകല്. അടുത്ത, റബ്ബർ പാൽ കട്ടയാക്കാറില്ലേ? റബ്ബർ പാലിലേക്ക് നമ്മൾ ഫോമിക് ആസിഡ് ചേർക്കുമ്പോൾ റബ്ബർ ഷീറ്റായിട്ട് മാറും. ആ റബ്ബർ ഷീറ്റ് ഉണ്ടാവുന്നത് കൊയാഗുലേഷനാണ്. കൊളോയിഡുമായി ബന്ധമുണ്ട്. ജലശുദ്ധീകരണം. ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണും ചളിയും കലർന്ന ഓടകളിലൂടെയൊക്കെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ചേർത്താൽ ആ വെള്ളത്തെ ശുദ്ധീകരിച്ച് മാറ്റാം.
അതിലുള്ള പാർട്ടിക്കിളൊക്കെ സെറ്റിലാവും. അവിടെയും കൊയാഗുലേഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മറ്റ് ആപ്ലിക്കേഷൻ നോക്കൂ. ചിമ്മിനികളുടെ പുറത്തേക്ക് പോകുന്ന പുകയെ ശുദ്ധീകരിക്കാൻ, അതിൽ നിന്ന് കാർബണെ കളഞ്ഞ് ആ പുക ശുദ്ധീകരിച്ചെടുക്കാൻ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് കൊയാഗുലേഷൻ പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിൽ ആലം ചേർത്ത്, ആലം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റാണ്, ഇലക്ട്രോലൈറ്റ് ചേർത്ത് വെള്ളത്തെ ശുദ്ധീകരിക്കാം. കൊളോയിഡൽ എമൾഷനുകൾ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ജ്യൂസി ഐറ്റംസ്, സിറപ്പ് ഐറ്റംസാണ് കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കൽ. വലിയവർക്കും സിറപ്പ് രീതിയിലുള്ള മെഡിസിനാണ് കൊടുക്കാറ്. കാര്യം എന്താണെന്നറിയോ? കൊളോയിഡൽ സിസ്റ്റത്തെ ശരീരത്തിന് പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യാൻ, അബ്സോർബ് ചെയ്യാനൊരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് കൊളോയിഡൽ രൂപത്തിലുള്ള ഫുഡുകൾ, മെഡിസിനുകൾ കൂടുതൽ എഫക്റ്റീവാണ്. എന്തുകൊണ്ട്? ബോഡിക്ക് വളരെ എളുപ്പത്തിൽ അതിനെ സ്വാംശീകരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ക്രീനിലുള്ള പോയിൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വേഗത കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ശരിക്കതൊന്ന് വായിച്ച് നോട്ടുകൾ എഴുതി ഒന്ന് പറഞ്ഞു നോക്കി മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോയിൻ്റാണ്, കാറ്റാലിസിസ്. എന്താണ് കാറ്റാലിസിസ്? കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന കെമിക്കൽ റിയാക്ഷനെ പറയുന്ന പേരാണ് കാറ്റാലിസിസ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട്, എന്താണ് കാറ്റലിസ്റ്റ്? ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്തുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുക. അത് വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാം. രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന പദാർത്ഥത്തെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറക്കുന്ന പദാർത്ഥത്തെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കാറ്റലിസ്റ്റായി, പോസിറ്റീവ് കാറ്റലിസ്റ്റായി, നെഗറ്റീവ് കാറ്റലിസ്റ്റായി, കാറ്റാലിസിസുമായി. വാട്ട് ഈസ് കാറ്റാലിസിസ്? കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ പേരാണ് കാറ്റാലിസിസ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആർ ദി സബ്സ്റ്റൻസ് ദാറ്റ് എൻഹാൻസ് ദി ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുക. ഒരാൾ പഠിക്കുമ്പോഴാ ഈ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ പഠനത്തെ സഹായിച്ചു കൊടുക്കുക. അധ്യാപകരും രക്ഷിതാക്കളൊക്കെ അതാ ചെയ്യണത്. കുട്ടികൾക്ക് സഹായം കൊടുക്കുകയാണ്, പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിനെ പ്രൊമോട്ടർ എന്നാണ് പറയുക. അതായത് കാറ്റലിസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിനെ സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാണ് പ്രൊമോട്ടർ എന്ന് പറയുക. എക്സാമ്പിൾ ഉണ്ട്. ഹേബർ പ്രോസസ്സിൽ മോളിബ്ഡിനം ഉപയോഗിക്കുന്നത് പ്രൊമോട്ടറായിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, മോളിബ്ഡിനം പ്രൊമോട്ടർ. ഏതിൽ? ഹേബർ പ്രോസസ്സിൽ. ഓക്കെ, അടുത്ത പോയിസൺ. പോയിസൺ എന്ന പേര് കേൾക്കുമ്പോൾ എന്നെ മനസ്സിലായി. കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾ. കാറ്റലിസ്റ്റ് നന്നായി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഇയാളെ പണി എന്താണെന്നറിയോ? പഠിക്കണ്ട ചങ്ങായി, ഏജ് ബുക്ക് എടുക്കണ്ട, എന്താ അങ്ങനെ പഠിച്ചിട്ട് എന്ന് ചോദിച്ചിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുക. നെഗറ്റീവായ പ്രവർത്തനം, പോയിസൺ. പ്രൊമോട്ടറുടെ നേരെ ഓപ്പോസിറ്റ്, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യുക. അതിനാണ് പോയിസൺ എന്ന് പറയുക. എക്സാമ്പിൾ ഉണ്ട്. ആർസനിക്ക് നല്ലൊരു പോയിസനാണ്, പ്രവർത്തനത്തെ തടയും. ഹേബർ പ്രോസസ്സിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനത്തെ തടയും. ആര്? ആർസനിക്. അതുപോലെ കാർബൺ മോണോക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനത്തെ തടയും. ഓക്കെ, ശ്രദ്ധിക്കാം. മലയാളത്തിൽ വളരെ ഷോർട്ടായിട്ട് കാറ്റലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റും നെഗറ്റീവ് കാറ്റലിസ്റ്റും കണ്ടല്ലോ. കാറ്റാലിസിസിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ഹോമോജീനിയസ് കാറ്റാലിസിസ്, രണ്ട് ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. വാട്ട് ഈസ് ഹോമോജീനിയസ് കാറ്റാലിസിസ്? അഭികാരകങ്ങളുടെയും കാറ്റലിസ്റ്റിൻ്റെയും ഭൗതിക സ്വഭാവം, ഭൗതികാവസ്ഥ ഒരുപോലെയാണെങ്കിൽ അതിനാണ് ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയാം. എന്നാൽ ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ അഭികാരകങ്ങളുടെ ഭൗതിക സ്വഭാവവും ഭൗതികാവസ്ഥയും കാറ്റലിസ്റ്റിൻ്റെ ഭൗതികാവസ്ഥയും വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ നോക്കൂ. ഹോമോജീനിയസിൽ
SO2 എന്ന് പറഞ്ഞ റിയാക്റ്റൻ്റ് ഗ്യാസാണ്. ഓക്സിജൻ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റും ഗ്യാസാണ്. അതിലുപയോഗിച്ച കാറ്റലിസ്റ്റാണ് NO, അതും ഗ്യാസാണ്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെയും കാറ്റലിസ്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് സെയിമാണ്. ദാറ്റ് ഈസ് ഹോമോജീനിയസ്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. അടുത്ത ഹെട്രോജീനിയസ്. എക്സാമ്പിൾ നോക്കൂ. അതിലെ കോണ്ടാക്റ്റ് പ്രോസസ്സിലെ റിയാക്റ്റൻ്റ് SO2 ആണ്, വേറൊന്ന് ഓക്സിജനാണ്. രണ്ടും ഗ്യാസാണ്. പക്ഷേ അതിൽ ഉപയോഗിച്ച കാറ്റലിസ്റ്റ് നോക്കൂ. V2O5 സോളിഡാണ്. അപ്പോൾ ഗ്യാസും സോളിഡും വ്യത്യാസമായി. ഫേസസ് അല്ലേ, ഡിഫറെൻറ്റ് ഫേസാണ്. അടുത്തത് ഹേബർ പ്രോസസ്സ് നോക്കൂ. നൈട്രജനും ഹൈഡ്രജനും ഗ്യാസാണ്, പക്ഷേ അതിൽ ഉപയോഗിച്ച കാറ്റലിസ്റ്റ് സോളിഡാണ്. ഹെട്രോജീനിയസ് കാറ്റാലിസിന് എക്സാമ്പിളാണ്. ഇനി മലയാളത്തിൽ വേണമെങ്കിൽ നോക്കിക്കോളൂ. മലയാളതാ ക്ലിയർ അല്ലേ? അടുത്തത് കുറച്ചുകൂടെ വിശദമായിട്ട് 1-2 എക്സാമ്പിളും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഹോമോജീനിയസ് കാറ്റാലിസിന് ഒരു എക്സാമ്പിളിലൂടെ അത് അധികം കൊടുത്തിരിക്കുന്നു. എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് കണ്ടല്ലോ. അതിലുപയോഗിച്ച കാറ്റലിസ്റ്റ് H2SO4, അതും ലിക്വിഡാണ്. അപ്പോൾ അതിലുള്ള എല്ലാവരും ലിക്വിഡാണ്. റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ലിക്വിഡാണ്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് സോളിഡായ കാറ്റലിസ്റ്റിന് പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടി ഉണ്ട്. ഒന്നാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി ആ പേരിൽ തന്നെ ഉണ്ട്. എബിലിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ടു ഇൻക്രീസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കാനുള്ള കാറ്റലിസ്റ്റിൻ്റെ കഴിവിനാണ് ആക്ടിവിറ്റി എന്ന് പറയുക. നമ്പർ 2 സെലക്ടിവിറ്റി. അതായത് എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ കെമിക്കൽ റിയാക്ഷൻ ടു എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പ്രത്യേക ഉൽപ്പന്നം കിട്ടാൻ വേണ്ടി രാസപ്രവർത്തനത്തെ വഴിതിരിച്ചു വിടാനുള്ള കഴിവ് കാറ്റലിസ്റ്റിനുണ്ട്. ഈ സ്വഭാവത്തിനാണ് സെലക്ടിവിറ്റി. അയാളാണ് സെലക്ട് ചെയ്യും ഏത് ഉൽപ്പന്നം കിട്ടേണ്ടത് എന്ന്. അതിനാണ് സെലക്ടിവിറ്റി എന്ന് പറയുക. എക്സാമ്പിൾ നോക്കി നിങ്ങളതിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ആ 3 റിയാക്ഷനിലും റിയാക്റ്റൻ്റ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനാണ്. പക്ഷേ കിട്ടിയ ഉൽപ്പന്നം 3ലും വ്യത്യാസമാണ്. എന്താ കാരണം? അതിലുപയോഗിച്ച കാറ്റലിസ്റ്റ് മാറി. ആദ്യത്തേൽ നിക്കൽ ഉപയോഗിച്ചപ്പോൾ പ്രോഡക്റ്റ് മീഥേനാണ് കിട്ടിയത്. പിന്നെ കോപ്പറും സിങ്ക് ഓക്സൈഡും ക്രോമിയം ഓക്സൈഡും ഉപയോഗിച്ചപ്പോൾ മെത്തനോളാണ് കിട്ടിയത്. അവസാനത്തെ 3ാമത്തേൽ കോപ്പർ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ HCHO എന്ന് പറഞ്ഞാൽ മെത്തനാലാണ് കിട്ടിയത്, ആൽഡിഹൈഡാണ് കിട്ടിയത്. അപ്പോൾ എന്തേ മനസ്സിലായി? റിയാക്റ്റൻ്റ് മാറിയതല്ല പ്രശ്നം, കാറ്റലിസ്റ്റ് മാറിയപ്പോൾ പ്രോഡക്റ്റ് മാറി. ചില അധ്യാപകർ പഠിപ്പിച്ചവന് തീരെ പഠിക്കാതെ പെരേക്ക് പറഞ്ഞു വിടുന്ന പരിപാടിയുണ്ട്. ചില ആൾക്കാർ പഠിപ്പിച്ചിട്ട് അവനെ ഡോക്ടറാക്കും, ചിലർ പഠിപ്പിച്ചിട്ട് അവനെ എൻജിനീയറാക്കും, ചിലർ പഠിപ്പിച്ച് ഡിഗ്രിയൊക്കെ എടുത്തിട്ട് അവനെപ്പോലെ പഠിപ്പിച്ച അതേ ഒരാളെപ്പോലെ അധ്യാപകനാക്കി മാറ്റും. ഇങ്ങനെ അധ്യാപകർക്ക് കാറ്റലിസ്റ്റ് ആകാനുള്ള സെലക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളെ കണ്ടെത്തി ഒരു പ്രത്യേക ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള കഴിവ് അധ്യാപകർക്കുണ്ട്. അതേപോലെ കാറ്റലിസ്റ്റിനും സെലക്ടിവിറ്റി എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് എൻസൈം കാറ്റാലിസിസ് ആണ്. വാട്ട് ഈസ് എൻസൈം? എൻസൈം ഈസ് എ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്. ബയോളജിക്കൽ സിസ്റ്റത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ, അതിൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് എൻസൈം. അതുകൊണ്ട് തന്നെ ഇതിനെ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയും. എന്താണ്? ജൈവിക രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് എൻസൈം. എൻസൈമിന് എക്സാമ്പിളാണ് നിങ്ങൾ ആ ബോക്സിൽ നോക്കുക, സ്ക്രീനിൽ കാണിച്ച ബോക്സിൽ ഇൻവെർട്ടേസ്. എന്താ ഇൻവെർട്ടേസ് ചെയ്യുക? കെയിൻ ഷുഗറിനെ, അതായത് പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റും. സൈമേസ് ഗ്ലൂക്കോസിനെ എത്തനോളാക്കി മാറ്റും. ഡയസ്റ്റേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസാക്കി മാറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള എൻസൈമിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇത് ഹൈലി സ്പെസിഫിക് ആണ്.
അയാൾ ഒരു പ്രത്യേക എൻസൈം ഒരു പ്രത്യേക ജോലി മാത്രമേ ചെയ്യുള്ളൂ. എല്ലാത്തിലും പോയിട്ട് തലയിടുന്ന പരിപാടി ആർക്കില്ല? എൻസൈമിനില്ല. ഒരു പ്രത്യേക ജോലി, ആ ജോലി മാത്രമേ അയാൾ എടുക്കുള്ളൂ. അതുകൊണ്ട് ഹൈലി സ്പെസിഫിക് ആണ് അയാൾ. എൻസൈം ആക്ടിവിറ്റി ഈസ് ഹൈലി എഫിഷ്യൻറ്റ്. അയാൾ വർക്ക് ചെയ്താൽ ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. നമ്പർ 3, എൻസൈം ആക്ടിവിറ്റി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഒപ്റ്റിമം pH. ഒരു പ്രത്യേക pHലും ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും മാത്രമേ എൻസൈം പ്രവർത്തിക്കുള്ളൂ. എൻസൈം പ്രവർത്തിക്കാൻ ആവശ്യമായ ഒപ്റ്റിമം ടെമ്പറേച്ചർ 298 കെൽവിൻ മുതൽ 310 വരെയാണ്. 310ൻ്റെ മുകളിലേക്ക് പോയാൽ എൻസൈമിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കും. നല്ല പനിയുള്ള ഒരു ശരീരത്തിൽ എൻസൈം പ്രവർത്തിക്കില്ല. ഓക്കെ, pHൻ്റെ വാല്യൂ 5 മുതൽ 7 വരെ, 5ൻ്റെയും 7ൻ്റെയും ഇടയിലുള്ള pH ഉള്ള ശരീരത്തിൽ മാത്രമേ എൻസൈം വർക്ക് ചെയ്യുള്ളൂ. 5ാമത്തെ പോയിൻ്റ് എന്താണ്? കോ എൻസൈമിൻ്റെ സഹായം എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിലുണ്ട്. കോ എൻസൈം വിശദീകരിക്കണില്ലേ? 6ാമത്തെ പോയിൻ്റ്, എൻസൈമിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ പോയ്സണും പറ്റും. കാരണം പോയ്സൺസ് വരുമ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയും. കോ എൻസൈം വരുമ്പോൾ എൻസൈമിൻ്റെ പ്രവർത്തനം കൂടും. ഇതൊക്കെ എൻസൈമിൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. മലയാളത്തിൽ വേണമെങ്കിൽ വളരെ സിമ്പിളായി ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഒരേ തരം രാസപ്രവർത്തനത്തിൽ മാത്രമേ എൻസൈം ഉൾപ്രേരകമായി പ്രവർത്തിക്കുകയുള്ളൂ. വേഗത 10 മില്യൺ മടങ്ങ് വരെ വർദ്ധിക്കും എൻസൈം ഉപയോഗിച്ചാൽ. ഇടത്തരം ഊഷ്മാവിലും pHലും മാത്രമേ എൻസൈം പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എൻസൈം കാറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്താണ്? എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ പ്രവർത്തിച്ച് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്ന ആദ്യ സ്റ്റെപ്പ്. എൻസൈമും സബ്സ്ട്രേറ്റും എന്ന് പറയുമ്പോൾ സബ്സ്ട്രേറ്റ് എന്താ? സബ്സ്ട്രേറ്റ് തന്നെ റിയാക്റ്റൻ്റാണ്. എൻസൈം ഒരു റിയാക്റ്റൻ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് ആ റിയാക്റ്റൻറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റണ്ടേ? അതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്റ്റൻറ്റിന് പകരം എന്ത് കൊടുത്തു? സബ്സ്ട്രേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ എൻസൈം വന്നിട്ട് ഒരു സബ്സ്ട്രേറ്റിൻ്റെ മുകളിലാണ് കയറി നിന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഒരു ലോക്കിലേക്ക് കീ നമ്മൾ തള്ളിയാണ്ടിടുന്നത് പോലെ എൻസൈം വന്നിട്ട് സബ്സ്ട്രേറ്റുമായിട്ടാണ്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ടോ കുറച്ച് നേരം എൻസൈമും സബ്സ്ട്രേറ്റും അങ്ങനെ കൂടിച്ചേർന്ന് നിന്ന് അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. എൻസൈം കോംപ്ലക്സ് പ്രോഡക്റ്റ് അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം പ്രോഡക്റ്റും എൻസൈമുമായിട്ട് വേർതിരിയും. ക്ലിയർ? പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 1ാമത്തെ സ്റ്റെപ്പിലെ എൻസൈം അതേപോലെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട് 3ാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എൻസൈം പ്രവർത്തിച്ച് തീരുന്ന പ്രശ്നമില്ല. എൻസൈം വളരെ കുറഞ്ഞ അളവ് മാത്രം മതി. കാരണം എന്താ? ഉപയോഗിച്ച് തീരുന്ന പ്രശ്നം എൻസൈമിനില്ല. അതോർത്തിരിക്കണേ. എൻസൈമിനെക്കുറിച്ച് വളരെ ചെറിയ ഒരു പോയിൻ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അത്യാവശ്യമുള്ളൊരു പോയിൻ്റ് കാണിക്കുന്ന ഒരു മലയാളത്തിലെ നോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് കണ്ണടച്ച് ഒന്നും കൂടെ സ്വന്തമായി പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു റഫ് പേപ്പറിൽ എഴുതി നോക്കുക. വായിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ എഴുതാൻ പറ്റിയോ നോക്കുക. റെഡിയാണെങ്കിൽ യു ആർ ദി ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.